വയലാറിൽ പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ട രോഗിയായ വയോധികയുടെ വഴി തടസ്സപ്പെടുത്തിയതായി പരാതി. വാർദ്ധക്യ സഹജമായ രോഗങ്ങളാൽ അവശതയനുഭവിക്കുന്ന വയോധികയെ ആശുപത്രിയിൽ എത്തിക്കുവാനുള്ള വഴിയാണ് ഒരു സംഘം ആളുകൾ കെട്ടിയടച്ചത്. സംഭവത്തിൽ പ്രതികൾക്ക് അനുകൂലമായ നിലപാടാണ് പോലീസ് സ്വീകരിക്കുന്നതെന്നും ജില്ലാ കളക്ടർ അടക്കമുള്ള അധികാരികൾക്ക് പരാതി നൽകിയിട്ടും നടപടി ഉണ്ടാകാത്തതിനെ തുടർന്ന് സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷനെ സമീപിച്ചിരിക്കുകയാണെന്നും ഓൾ ഇന്ത്യ കോൺഫെഡറേഷൻ ഓഫ് SC/ST ഓർഗനൈസേഷൻ ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. മനുഷ്യത്വമില്ലായ്മയുടെ ക്രൂരമുഖമാണ് ചേർത്തല വയലാർ പഞ്ചായത്തിലെ 2ാം വാർഡിൽ നിന്ന് പുറത്തുവരുന്നത്. പുതുവൽ നികർത്തിൽ താമസിക്കുന്ന 88 വയസ്സുള്ള പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ട വയോധികയ്ക്കാണ് ഈ ദുരവസ്ഥ നേരിടേണ്ടി വന്നത്. വാർദ്ധക്യ സഹജമായ അസുഖങ്ങൾ മൂലം അടിയന്തരമായി ആശുപത്രിയിൽ എത്തിക്കേണ്ട സാഹചര്യത്തിലാണ് ഇവർ താമസിക്കുന്ന വീട്ടിലേക്കുള്ള വഴി ചിലർ മനഃപൂർവ്വം കെട്ടിയടച്ച് തടസ്സം സൃഷ്ടിച്ചത്. സംഭവം നടന്ന ദിവസങ്ങൾ കഴിഞ്ഞിട്ടും കുറ്റക്കാർക്കെതിരെ നടപടിയെടുക്കാൻ ചേർത്തല പോലീസ് തയ്യാറായിട്ടില്ലെന്നാണ് ആക്ഷേപം. പ്രതികളെ സഹായിക്കുന്ന നിലപാടാണ് പോലീസ് സ്വീകരിക്കുന്നത്. ആലപ്പുഴ ജില്ലാ കളക്ടർ, RDO, ചേർത്തല DYSP എന്നിവർക്ക് പരാതി നൽകിയിട്ടും യാതൊരു നടപടിയും ഉണ്ടായിട്ടില്ലെന്ന് ഓൾ ഇന്ത്യ കോൺഫെഡറേഷൻ ഓഫ് SC/ST ഓർഗനൈസേഷൻ ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. ഒരു ഗുരുതരമായ ഈ നിയമലംഘനം നടത്തിയ ഒരാളാണ് ഈ പാവപ്പെട്ട ഈ സ്ത്രീയെ ആശുപത്രിയിൽ കൊണ്ടുപോകാൻ പോലും തടസ്സം സൃഷ്ടിച്ചിരിക്കുന്നത്, വഴി തടസ്സം നടത്തിയിരിക്കുന്നത് എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ മനുഷ്യാവകാശ കമ്മീഷനെ സമീപിച്ചു. അത് ഈ കഴിഞ്ഞ 12-ാം തീയതിയാണ്. മനുഷ്യാവകാശ കമ്മീഷനെ സമീപിച്ചുവെങ്കിൽ പോലും നടപടി ഉണ്ടായില്ല, അന്വേഷണം ഉണ്ടായില്ല. ഒരു പക്ഷേ മറ്റെന്തെങ്കിലും കാരണം അല്പം വൈകുമായിരിക്കും എന്ന് ഞങ്ങൾ കരുതിയാണ്. എന്നിരുന്നാൽ പോലും പോലീസ് ചെയ്യേണ്ടതായിട്ടൊരു ഇമ്മീഡിയറ്റ് ആക്ഷൻ ചെയ്യേണ്ട കാര്യമുണ്ട്. അത് ചെയ്യുന്നില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് ഈ പത്രസമ്മേളനം കഴിഞ്ഞാൽ ഉടനെ ഞങ്ങൾ ചെയ്യാൻ പോകണമെന്ന് പറഞ്ഞാൽ ജില്ലാ പോലീസ് കംപ്ലയിൻറ്റ് അതോറിറ്റിക്ക് പരാതി കൊടുക്കാൻ പോവുകയാണ്. അല്ലാതെ വേറെ ഒരു മാർഗ്ഗവുമില്ല. പോലീസിന്റെ കുറ്റകരമായ നഷ്ടക്കെതിരെ ജില്ലാ പോലീസ് കംപ്ലയിന്റ് അതോറിറ്റിയെ സമീപിക്കാനാണ് സംഘടനയുടെ തീരുമാനം. അടിയന്തരമായി സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ വിഷയത്തിൽ ഇടപെടണമെന്നും കുറ്റക്കാർക്കെതിരെ പട്ടികജാതി പട്ടികവർഗ അതിക്രമം തടയൽ നിയമപ്രകാരവും ഭാരതീയ ന്യായ സംഹിത പ്രകാരവും കേസെടുക്കണമെന്നും വാർത്താസമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു. കോൺഫെഡറേഷൻ നേതാക്കളായ PV നടേശൻ, വയലാർ ജയകുമാർ, വയലാർ ധനഞ്ജയൻ എന്നിവരാണ് ഈ വിഷയത്തിൽ അടിയന്തര നടപടി ആവശ്യപ്പെട്ട് രംഗത്തെത്തിയിരിക്കുന്നത്. ആകെ അവിടെ ആ മേഖല കിട്ടാനുള്ള കൊച്ചു വെള്ളം മാത്രമേ ഉള്ളൂ, വലിയ വെള്ളമൊന്നുമില്ല. അതിനകത്ത് കയറ്റി കഴിഞ്ഞാൽ വെള്ളം മറിയും, അത് ഉറപ്പാണ്. ഈ പറഞ്ഞ വഴിയെ കൂടി കൊണ്ടുപോയ തോട്ടിൽ വീഴും, ഉറപ്പാണ്. അത് 4 പേർക്ക് പിടിച്ചിട്ട് പോകാൻ പറ്റാത്ത വഴിയാണ്. അപ്പോൾ അതങ്ങനെ പറഞ്ഞു. അത് പിന്നെ പറഞ്ഞ് അങ്ങനെ വേണ്ട, നിങ്ങൾ പഞ്ചായത്തിൽ അപേക്ഷ കൊടുക്കുമ്പോൾ പഞ്ചായത്തുകാർ വന്നൊരു പാലയിട്ട് തരും. പാലയിട്ട് കഴിഞ്ഞാൽ അതിലൂടെ പോകും. ഞാൻ പറഞ്ഞ് എൻ്റെ അമ്മയെ ഹോസ്പിറ്റലിൽ എത്തിക്കാനായിട്ട് ഒരു പഞ്ചായത്ത് അപേക്ഷ കൊടുത്തൊരു പാലം പണിതിട്ട് വേണം പോകാൻ. ഇങ്ങനെയുള്ള ഓരോ പണത്തെ ന്യായങ്ങൾ പറഞ്ഞിട്ട് അവർ ഒഴിവായി പോവുകയായിരുന്നു. ഇതിന് ശേഷം ഞങ്ങൾ DYSPക്ക് പരാതി കൊടുത്തു. DYSPക്ക് പരാതി കൊടുത്ത് അത് DSPയുടെ ഓഫീസിൽ കൊടുത്തതിൻ്റെ പരാതി രേഖീയനാണ്. ഇതുവരെ ഈ ഒരു അന്വേഷണം ഇതുവരെ ഉണ്ടായിട്ടില്ല. രണ്ടാമത് ഞങ്ങൾ പിന്നെ കൊടുത്തെന്ന് കഴിഞ്ഞാൽ RDOക്ക് കൊടുത്തു. ഇത് RDOക്ക് കൊടുത്താണ്. RDO പോലും തിരിഞ്ഞു നോക്കിയിട്ടില്ല, വിളിച്ചിട്ടില്ല. പിന്നെ ഞങ്ങൾ കൊടുത്തത് കളക്ടർക്ക് കൊടുത്തു. കളക്ടർ പോലും തിരിഞ്ഞു കയറിയില്ല. ഇതിനുശേഷം ഞങ്ങൾ എല്ലാം ഹെൽത്ത് മിനിസ്റ്റർ, മുഖ്യമന്ത്രി, ഹോം മിനിസ്റ്റർ, ഇവർക്കൊക്കെ നമ്മൾ ഇമെയിലായിട്ട് പരാതി കൊടുത്തു. ഈ സമയം വരെ ഇവരാരും അന്വേഷിച്ചിട്ടില്ല.